children, let's start our class. Now we are going to study the remaining part of Matchbox written by Ashapurna Devi. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മാച്ച് ബോക്സിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ പേജാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് അപ്പോൾ ത്രൂ ദി സ്റ്റോറി we can understand the life of the family life of Ajit and his wife Nomida. അപ്പോൾ ഈ കഥയിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അജിത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നോമിതയുടെയും ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു സൺഡേ മോർണിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് എ സൺഡേ മോർണിംഗ്. The washerman has come to wait to collect the dirty clothes from Ajit's house. അജിത്തിൻ്റെ വീട്ടിൽ നിന്നും ഡർട്ടി ക്ലോത്തുകൾ, അതായത് അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശേഖരിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും നോമിത എന്ത് ചെയ്യുന്നു, തൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രത്തിലെ പോക്കറ്റുകൾ പരിശോധിച്ചപ്പോഴേക്കും അപ്രതീക്ഷിതമായി ഒരു ലെറ്റർ കിട്ടുന്നു. അത് വളരെയധികം മുഷിഞ്ഞ ലെറ്ററായിരുന്നു. ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കാര്യം കൂടി നോമിത മനസ്സിലാക്കി. എന്താണ് മനസ്സിലാക്കിയത്? ഈ ലെറ്റർ പൊട്ടിച്ച് വായിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉടനെ തന്നെ നോമിതയ്ക്ക് ഭയങ്കരമായ സഡൻലി ഓർ സൂൺ നോമിത ബിഗെയിം ആംഗ്രി. നോമിതയ്ക്ക് ദേഷ്യം വന്നു. അവളെന്ത് ചെയ്യുന്നു, കയ്യിലിരുന്ന വസ്ത്രങ്ങളെല്ലാം താഴെ തള്ളി എന്ത് ചെയ്യുന്നു, ആ ലെറ്റർ എന്ത് ചെയ്യുന്നു, ആ ബെഡിലിരുന്ന് വായിക്കുകയാണ്. ആദ്യം നോക്കിയത് അതിൻ്റെ ഡേറ്റ് ആയിരുന്നു. ഡേറ്റ് നോക്കിയപ്പോൾ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് എത്തിയത് എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എന്ത് ചെയ്യുന്നു, അജിത്ത് ഈ ലെറ്റർ തുറന്നിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്, എന്നിട്ട് ചുരുട്ടി മുടക്കി ഇത് പോക്കറ്റിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനൊരു ലെറ്റർ വന്നു എന്ന് തന്നോട് സൂചിപ്പിക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കുകയാണ്? നോമിത ചിന്തിക്കുകയാണ്. വീണ്ടും ഇതുകൂടി ചിന്തിച്ചപ്പോഴേക്കും നോമിതയ്ക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. അപ്പോൾ ഉടൻ തന്നെ നോമിത ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. നോമിത കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദിസ് ഇൻസിഡൻറ്റ് വാസ് എ ഡെലിബറേറ്റ് വൺ. ഇത് മനഃപൂർവ്വമായ ഒരു സംഭവമെന്ന് കാണുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ദെൻ ദ റിമൈനിങ് പാർട്ട് വി ഷാൽ സ്റ്റഡി. വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ റിമൈനിങ് പാർട്ട് ഓഫ് ദിസ് ലെസൺ. പേജ് നമ്പർ 18, പേജ് നമ്പർ 18. ദെൻ ദ ഫസ്റ്റ് പാർട്ട് ഐ ഷാൽ റീഡ്. അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ സ്വഭാവം എക്സാക്ട്ലി, ആക്യുറേറ്റ്ലി, എക്സാക്ട്ലി എന്ന് വെച്ചാൽ എന്താണ്? ആക്യുറേറ്റ്ലി ലൈക്ക് ദാറ്റ്. കൃത്യമായും അജിത്തിൻ്റെ സ്വഭാവം ഇതാണ്. എന്താണ് സ്വഭാവം? അജിത്തിൻ്റെ വാട്ട് ഈസ് ദ ബിഹേവിയർ ഓഫ്, വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് അജിത്ത് ഓർ ബിഹേവിയർ ഓഫ് അജിത്ത്? അജിത്തിൻ്റെ ബിഹേവിയർ എന്താണ്? അജിത്ത് ഓപ്പൺ ദ ലെറ്റർ ആൻഡ് റെഡ് ഇറ്റ്. ഓപ്പൺ ദ ലെറ്റർ ആൻഡ് റെഡ് ഇറ്റ്. എന്ത് ചെയ്തു? ഈ ലെറ്റർ തുറക്കുന്നു, അത് വായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ somehow he has gained possession of the key to the letter box, fishing it through the gaps among 52 hands of this joined family. Somehow, ഏതോ വിധത്തിൽ he has gained അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. പൊസഷൻ കൈവശം വച്ചിട്ടുണ്ട്. ദ കീ ടു ദ ലെറ്റർ ബോക്സ്, ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് 52 ഹാൻഡ്സ് ഓഫ് ദിസ് ജോയിൻറ്റ് ഫാമിലി. ജോയിൻറ്റ് ഫാമിലി അറിയാലോ, കൂട്ടുകുടുംബത്തിൽ 52 കൈകളുള്ള കൂട്ടുകുടുംബം. അപ്പോൾ 52 കൈകളുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നും ഏതോ വിധത്തിൽ ലെറ്റർ ബോക്സിൻ്റെ കീ ആര് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു? അജിത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട്. 52 കൈകളുള്ള. അപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ 26 മെമ്പേഴ്സ് ഉള്ള. അപ്പോൾ 52 കൈകളെന്ന് പറയുമ്പോൾ ഒരാളിന് 2 കൈയാണ്. അങ്ങനെ കൂട്ടുമ്പോഴേക്കും 26 മെമ്പറുകൾ അല്ലെ 26 അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഒരു ലെറ്റർ ബോക്സ് അവിടെ വച്ചിട്ടുണ്ട്. അതിൻ്റെ കീ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഏതോ വിധത്തിൽ ആ കീ ആര് കരസ്ഥമാക്കിയിട്ടുണ്ട്? അജിത്ത് കരസ്ഥമാക്കി. ആൻഡ് വെൻ എവർ ദർ ഈസ് എ ലെറ്റർ വിത്ത് നോമിതാസ് നെയിം ഓൺ ദ എൻവിലപ്പ് കവർ. വെൻ എവർ എപ്പോഴൊക്കെയാണോ there is a letter with Nomida's name
ഓൺ ദ എൻവിലപ്പ്. അപ്പോൾ കവറിൻ്റെ പുറത്ത് നോമിതയുടെ പേര് വരുന്ന ലെറ്റർ എപ്പോഴൊക്കെയാണോ കാണുന്നത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ എത്തിച്ചേരുന്നത്, whenever there is a letter with Nomida's name on the envelope കവർ എന്താണ്, അപ്പോൾ നോമിതയുടെ പേരെഴുതിയ ഒരു ലെറ്റർ എപ്പോഴൊക്കെയാണോ ഈ ബോക്സിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോഴൊക്കെ he opens, അദ്ദേഹം തുറക്കുന്നു, ആൻഡ് റീഡ്സ് ഇറ്റ് ഫസ്റ്റ്, തൻ്റെ ഭാര്യയ്ക്ക് വരുന്ന ലെറ്ററിനെ ആദ്യം തുറക്കുന്നു, അത് വായിക്കുന്നു. എന്താണ് ഫസ്റ്റ് ആൻഡ് ഓൺലി ദെൻ ഡസ് ഹി ഗീവ് ഇറ്റ് ടു ഹെർ, അതിന് ശേഷമായിരിക്കും ഈ ലെറ്റർ കൊടുക്കുക. എന്താണ്, തൻ്റെ ഭാര്യയുടെ മേലിൽ വരുന്ന ലെറ്റർ ആദ്യം കാണുന്നു, ആദ്യം പൊട്ടിച്ച് വായിക്കുന്നു, പൊട്ടിച്ച് വായിച്ചതിന് ശേഷമായിരിക്കും നോമിതയ്ക്ക് അല്ലെങ്കിൽ അജിത്തിൻ്റെ ഭാര്യയ്ക്ക് വായിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ്, ഇത് സാധ്യമാണ്, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഓഫൻ ടൈംസ് ഹി ഡസൻറ്റ് ഗീവ് ഇറ്റ് ടു ഹെർ അറ്റ് ആൾ, ഇതിനും സാധ്യതയുണ്ട്. എന്താണ്, ലെറ്റർ കൊടുക്കാതിരിക്കാനും സാധ്യത, ഒന്നുകിൽ കൊടുത്തേക്കാം, ചിലപ്പോൾ കൊടുക്കാതിരിക്കുവാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് often times he doesn't give it to her at all, at least കുറഞ്ഞ പക്ഷം, that is the suspicion that has taken deep root in Nomida's mind. At least കുറഞ്ഞ പക്ഷം, that is suspicion സംശയം that has taken root വേറുന്ന ഡീപ്പ് റൂട്ട്, അഗാധമായി, ഒരു പക്ഷേ നോമിതയെക്കുറിച്ച് അഗാധമായ സംശയം അജിത്തിൻ്റെ മനസ്സിൽ ഓടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എല്ലാ ലെറ്ററും, അതായത് സംശയദൃഷ്ടിയോടുകൂടി ആയിരിക്കണം ഒരു പക്ഷേ ഭർത്താവ് ഭാര്യയായ നോമിതയെ കണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കണം എല്ലാ ലെറ്ററും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, പൊട്ടിച്ച് വായിച്ചിരുന്നത്. അപ്പോൾ നോമിതയുടെ മനസ്സിന് തോന്നി തന്നെ സംശയദൃഷ്ടിയോടുകൂടി കണ്ടതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ തൻ്റെ ലെറ്ററുകളെല്ലാം തൻ്റെ ഭർത്താവ് അജിത്ത് പൊട്ടിച്ച് വായിക്കുന്നത് എന്ന് ഒരു പക്ഷേ അവൾക്ക് തോന്നിയിരിക്കണം. നോമിതയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ആ പാരഗ്രാഫ് തീർന്നിരിക്കുകയാണ്. അടുത്ത പാരഗ്രാഫിൽ ഈവൻ ദോ to this day, ആ ദിവസം മുതൽ അജിത്ത് cannot truthfully make the claim that he has been able to discover any letter in the slightest degree of suspicion. അപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അന്ന് മുതൽ ഇന്ന് വരെ ട്രൂത്ത് സത്യമായി പറയുകയാണെങ്കിൽ മേക്ക് ക്ലൈം ദാറ്റ് ഹി ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ any letter in the slightest degree suspicion, സംശയദൃഷ്ടിയോടുകൂടി ഒരു ലെറ്റർ പോലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. സത്യമായി പറയുകയാണെങ്കിൽ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ പരമാർത്ഥമായി നിൽക്കുകയാണ്. ഈവൻ ദോ ഇതൊക്കെയാണെങ്കിലും സത്യമായിട്ടും ഒരു ലെറ്റർ പോലും കണ്ടെത്താനായില്ല. അജിത്തിന് സംശയത്തോടു കൂടി ഒരു ലെറ്റർ പോലും കണ്ടെത്താനായില്ല. സ്റ്റിൽ എന്നിട്ടും ദിസ് അഗ്ലി ഹാബിറ്റ്, അഗ്ലി മീൻസ് ഡർട്ടി, ഈ മോശമായ സ്വഭാവം, ഓഫ് ദിസ് വോണ്ട് ഗോ, വിൽ പ്ലസ് നോട്ട് വോണ്ട് ഗോ, എന്നിട്ടും അജിത്തിൻ്റെ ഈ മോശമായ സ്വഭാവം പോകുന്നില്ല അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നില്ല എന്നാ. ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോണ്ട് ഗോ, ഈ മോശമായ സ്വഭാവം എന്നിട്ടും ആരവസാനിപ്പിക്കുന്നില്ല, അജിത്ത് അവസാനിപ്പിക്കുന്നില്ല. നോട്ട് വിത്ത് നോമിതാസ് ആങ്കർ, നോട്ട് വിത്ത് her taking offense, not with bitter reproaches, her trying to shame him sarcasm, not with anything. അപ്പോൾ ഈ സ്വഭാവം in order to change her husband's mind, അതായത് ഭർത്താവിൻ്റെ മനസ്സിന് മാറ്റം വരുത്തുന്നതിലേക്ക് വേണ്ടി not with Nomida's anger, Nomida became angry towards her husband. ഭയങ്കരമായ ഭർത്താവിനോട് ഭയങ്കരമായ ദേഷ്യം കാണിച്ചു. എന്തിന്?
ഭർത്താവിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാക്കി മാറ്റാൻ വേണ്ടി എന്താണ് ഭർത്താവിനോട് കലഹിച്ചു, ദേഷ്യം കാണിച്ചു. എന്തിന്? തൻ്റെ ലെറ്ററുകൾ പൊട്ടിച്ച് വായിക്കുന്നതിന്. നോട്ട് വിത്ത് ടേക്കിംഗ് ഒഫൻസ്, പഴിചാരിക, കുറ്റംചാരി. ഈ ലെറ്റർ പൊട്ടിച്ച് വായിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? ധാരാളം പഴിചാരി, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഭയങ്കരമായി എന്ത് ചെയ്യുന്നു? ഒഫൻസ്, കുറ്റം ചുമത്തി. നോട്ട് വിത്ത് ബിറ്റർ, ബിറ്റർ എന്ന് വെച്ചാൽ കൈപ്പുള്ള, ആ റിപ്രോച്ചസ്, പ്രതികരണങ്ങൾ. അപ്പോൾ കൈപ്പുള്ള പ്രതികരണങ്ങൾ നടത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്തു? സ്കോണിങ്, ശകാരിച്ചു. ഹർ ട്രൈങ് ടു ഷെയിം ഹിം, ഷെയിം വെച്ചാൽ നാണക്കേട് വരുത്താൻ, അല്ലെങ്കിൽ നാണക്കേട്, അല്ലെങ്കിൽ ഭർത്താവിന് നാണം കെടുത്താനായിട്ട് പരിശ്രമിച്ചു. എങ്ങനെ? അത് വീട്ടിനകത്താണ്, പുറത്തല്ല. അപ്പോൾ ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ലെറ്ററുകൾ പൊട്ടിച്ച് വായിക്കുന്നത് ശരിയല്ല, അത് നാണം കെട്ട കേസാണ് എന്ന് പറഞ്ഞ് ഭർത്താവിനെ എന്ത് ചെയ്യുന്നു? പരിഹസിക്കാൻ. സർക്കാസം, പരിഹാസമാണ്. എന്താണ് സർക്കാസം? പരിഹസിക്കുക. അപ്പോൾ പരിഹസിക്കാൻ വേണ്ടി ശ്രമിച്ചു. നോട്ട് വിത്ത് എനി, ഇതൊന്നും തന്നെ ആ കേസിയില്ല. ഭർത്താവായ അജിത്തിന് ഏശിയില്ല. ഭർത്താവിനോട് ദേഷ്യം കാണിച്ചു നോക്കി, അപ്പോൾ കുറേ കുറ്റം പറഞ്ഞു നോക്കി, എന്തിനെന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? നന്നായിട്ട് വഴക്ക് പറഞ്ഞു നോക്കി, പരിഹസിച്ച് നോക്കി. ഇതൊന്നും തന്നെ ആരിൽ ഏശിയില്ല? ഈ അജിത്തിൽ ഏശുകയുണ്ടായില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ്, എപ്പോഴെങ്കിലും, മെൻഷൻ മീൻസ് ഹിൻസ്, സൂചിപ്പിക്കുക. എപ്പോഴും ഈ ലെറ്ററിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ, ആദ്യം എന്ത് ചെയ്യുന്നു? അദ്ദേഹം പരിശ്രമിക്കുന്നു. ലാഫ് ഇറ്റ് അവേ, ഈ പറഞ്ഞ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സൂചിപ്പിച്ച കാര്യത്തെ ചിരിച്ചു കളയുന്നു, ചിരിച്ച് തള്ളിക്കളയുന്നു, നിസാരവൽക്കരിക്കുന്നു എന്നാണ്. ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ് ഫസ്റ്റ്, ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ് ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. അവൾ തൻ്റെ ലെറ്ററിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ അജിത്ത് എന്താ ചെയ്യുക? അതിനെ ചിരിച്ചു കളയും, നിസാരവൽക്കരിച്ച്, നിസാരമായി കണക്കാക്കി ചിരിച്ചു കളയുന്നു. ആൻഡ് ഇഫ് ലാഫർ ഡസിൻറ്റ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ, ഡസിൻറ്റ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ, അഗാധമായ ജലം. അതായത് ഈ അല്ലെങ്കിൽ ചിരിച്ചു കളയുന്നത് പ്രവർത്തിക്കുന്നില്ല എന്ന് അജിത്ത് മനസ്സിലാക്കുമ്പോൾ, ഹീ സ്കോൾസ്, സ്കോൾസ് ശകാരിക്കുന്നു. അതായത് നിസാരമായ അല്ലെങ്കിൽ ലെറ്ററിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ നിസാരവൽക്കരിച്ച് ചിരിച്ചു കളയുന്നു. അപ്പോൾ ചിരിച്ചു കളയുന്നത്, ചിരിച്ച് അല്ലെങ്കിൽ തള്ളുന്നത്, വ്യക്തമായും എന്തെങ്കിലും ചിരിച്ചുപേക്ഷിക്കുന്നത്, അത് നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് അല്പം കൂടി ഒരുപടി ഉയരുന്നു. എന്താണ്? ഭാര്യ, അതായത് അജിത്ത് ഭർത്താവ് അല്ലെങ്കിൽ അജിത്തായ ഭർത്താവ് ആ നോമിതയെ വഴക്ക് പറയാൻ ആരംഭിക്കുന്നു. അതായത് ആദ്യം ചിരിച്ചു കളയുന്നു, അത് പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭർത്താവ് ഭാര്യയോടുകൂടി ദേഷ്യത്തിൽ സംസാരിക്കുന്നു, വഴക്ക് പറയാനായിട്ട്, സ്കോൾഡിങ്, ശകാരിക്കാനായിട്ട് ആരംഭിക്കുന്നു. അതിലടങ്ങും ആര്? നോമിത എന്നുള്ളതാണ്. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി, എന്താണ് നമ്മുടെ ഈ ലെറ്റർ? ഇത് നേരത്തെ ഉള്ളത് ഫ്ലാഷ് ബാക്കാണ്, അടുത്ത യഥാർത്ഥ റിയൽ സ്റ്റോറിയിലേക്ക് വരികയാണ്. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി, അതായത് നന്നായിട്ട് അവിടെ ഇരുന്നു. സ്റ്റിൽ ഫോർ എ മിനിറ്റ്, ഏതാനും മിനിറ്റുകൾ ആ ബെഡിൽ തന്നെ ഇരുന്നു. ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ, ആ ലെറ്റർ വെച്ച് വായിക്കുകയാണ്. അപ്പം ലെറ്റർ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ നടക്കുന്ന സംഭവങ്ങളാണ്. ലെറ്ററിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ലെറ്റർ കിട്ടിയതിന് ശേഷമുള്ള ആ റിയൽ സ്റ്റോറിയിലേക്ക് വരികയാണ്. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ്, ഏതാനും മിനിറ്റുകൾ അവിടെ ഇരുന്നു. ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ, ഈ ലെറ്ററിലൂടെ വായിച്ചു. ത്രൂ വെച്ചതിലൂടെ. ഇറ്റ് ഈസ് നത്തിങ് മച്ച്, അതിൽ വേലൊന്നും ഉണ്ടായിരുന്നില്ല, അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് നത്തിങ് മച്ച്, എ ലെറ്റർ ഫ്രം നോമിതാസ് മദർ. ഈ ലെറ്റർ വേറെ ആരെയും ആയിരുന്നില്ല, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ആരുടെ ലെറ്ററായിരുന്നു? അമ്മയുടെ ലെറ്ററായിരുന്നു. എന്താണ്? ദ ലെറ്റർ ഫ്രം നോമിതാസ് മദർ, നോമിതയുടെ അമ്മയുടെ ലെറ്ററായിരുന്നു. ദ നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഹർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. എന്താ സ്റ്റാൻഡേർഡ്? നിലവാരമുള്ള എന്നാ? ഇറ്റ് ഈസ് ആൻ ഓർഡിനറി ലെറ്റർ എന്നാ. ഒരു എന്താണ്? ആ നിലവാരത്തോടു കൂടി അല്ലെങ്കിൽ ആ ഉള്ള ലെറ്റർ ആയിരുന്നു. അതായത് സ്റ്റാൻഡേർഡ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓർഡിനറി ലെറ്റർ, ദാറ്റ് ഈസ് ആൾ. എന്താണ്? ദ ഗുഡ് വുമൺ, ആ നല്ല സ്ത്രീ. ആരാ ഗുഡ് വുമൺ? നോമിതാസ് മദറാണ്. ആ നോമിതയുടെ അമ്മയാണ് നോമിതാസ് മദർ. ഹാസ് വൺസ് അഗൈൻ, ഒരിക്കൽ കൂടി, പ്ലേസ്ഡ് ഓൺ, മുന്നോട്ട് വച്ചു, പ്ലേസ്ഡ് ഓൺ the records, the news of her various hardships and complaints, getting worse, misfortune upon misfortune, the selling of her
ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of the collapsed roof. ഒരു ചെറിയ സെൻറ്റൻസ് ആണ്. നോക്കുക, ഇതൊരു സാധാരണ ലെറ്ററായിരുന്നു. ആ നല്ല സ്ത്രീ എന്ത് ചെയ്യുന്നു, ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ്. ഈ ലെറ്ററിലൂടെ തൻ്റെ മകളുടെ മുന്നിൽ റിക്കാർഡ്സ് രേഖകളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ന്യൂസ് ഓഫ് ഹർ വേരിയസ് വാർത്തകൾ, ന്യൂസ് ഓഫ് ഹർ വേരിയസ് ഹാർഡ്ഷിപ്സ്. ദ വേർഡ് ഹാർഡ്ഷിപ്സ് മീൻസ് ഡിഫിക്കൽട്ടീസ്. തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളെക്കുറിച്ച് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആൻഡ് കംപ്ലൈൻസ് ഗെറ്റിംഗ് വേഴ്സ്, കംപ്ലൈൻസ് പരാതികളും പരാതികളും ഗെറ്റിംഗ് വേഴ്സ്, ഒന്നിനൊന്ന് വേഴ്സ് മോശമായി വരിക. വേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, എന്താണ് ബാഡിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒന്നിനൊന്ന് മോശമായി വരുന്ന തൻ്റെ പ്രയാസങ്ങളും അതുപോലെ തന്നെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചും പരാതികളെ പറയുകയാണ്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, ദൗർഭാഗ്യങ്ങളുടെ മേൽ ദൗർഭാഗ്യം പതിക്കുന്നു. സീലിംഗ് ഓഫ് എ റൂം, തൻ്റെ മുറിയിലെ അല്ലെങ്കിൽ തട്ടിൻപുറം മച്ച് സീലിംഗ് ഓഫ് റൂം ഈസ് ക്രാക്ഡ്, വിണ്ട് കീറപ്പെട്ടിരിക്കുന്നു. തൻ്റെ മുറിയിലെ സീലിങ്ങുകൾ അല്ലെങ്കിൽ തട്ടിൻപുറം വിണ്ട് കീറിയിരിക്കുകയാണ്. ആൻഡ് ദ റെയിൻ വാട്ടർ ഫാൾസ്, ആ വിണ്ട് കീറലിലൂടെ അല്ലെങ്കിൽ ആ സുഷിരത്തിലൂടെ മഴജലം താഴേക്ക് വരുന്നു. ത്രൂ സീസിലെസ് കണ്ടിന്യൂസ്, സീസ് എന്ന വാക്കിൻ്റെ സ്റ്റോപ്പാണ്, സീസിലെസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രീംസ്, അരുവി പോലെ തുടർച്ചയായിട്ട് ഈ തട്ടിലെ വിടവുകളിലൂടെ തുടർച്ചയായിട്ട് മഴജലം താഴേക്ക് പതിക്കുന്നു. ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ് പരിഹരിക്കും, പെട്ടെന്ന് ഇത് പരിഹരിച്ചില്ല എങ്കിൽ, ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ്, ഇത് പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ, ഷീ വിൽ ഹാവ് ഇറ്റ് ടു ഡൈ, അവൾ മരിച്ചു പോകും. ക്രസ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് ദി കൊളാപ്സ്ഡ് റൂഫ്, അതായത് ഈ മേൽക്കൂര തകർന്നു വീഴുവാനുള്ള സാധ്യതയുണ്ട്. മേൽക്കൂര തകർന്ന് വീഴുകയും മേൽക്കൂരയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് ക്രഷായിട്ട് തകർന്ന് വീണ് മരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഈ ലെറ്ററിലൂടെ മാതാവ് ഈ മകളോട്, നോമിതയോട് സൂചിപ്പിക്കുന്നു. ഓഫ് കോഴ്സ്, തീർച്ചയായും ഷീ ഡസ് നോട്ട് ഡ്രെഡ്, അവൾ ഭയപ്പെടേണ്ടതില്ല എന്നാ. ദാറ്റ് ഇവഞ്ച്വലി, സ്വാഭാവികമായും ഈ വയസ്സായ സ്ത്രീ മരിക്കുന്നതിൽ ഭയപ്പെടാനൊന്നുമില്ല. ഹെർ ഡാറ്റർ ഈസ് എ ക്യൂൻ, തൻ്റെ മകള് രാജകുമാരിയാണ്. ഹെർ സൺ ഇല്ല, തൻ്റെ മരുമകൻ ഹൈ മൈൻഡഡ്, ഉന്നത രീതിയിൽ ഉന്നത മാനസികാവസ്ഥയുള്ള ആളാണ്. ആൻഡ് ലാർജ് ഹാർട്ടഡ്, വിശാല ഹൃദയനാണ്. ദെയർ ഫോർ എക്സെട്ര, അതെന്താ ഒരു താങ്ങാണ്. അപ്പോൾ എനിക്ക് മരിക്കുന്നതിൽ ഭയമൊന്നുമില്ല, പക്ഷേ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നാണക്കേട് മകൾക്ക. എൻ്റെ മകള് ഒരു രാജകുമാരിയെ പോലെ താമസിക്കുന്ന ആളാണ്. ഇങ്ങനെ വീട് തകർന്ന് വീണ് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് മകളെ നിനക്ക് നാണക്കേടായി മാറും. അതുമാത്രമല്ല, ഉന്നതമായ രീതിയിൽ ചിന്തിക്കുന്ന വിശാല ഹൃദയനായ മരുമകനും അത് നാണക്കേടാവും. അതുകൊണ്ട് എത്രയും വേഗം ഈ വീടൊന്ന് മാക്കിത്തരണം എന്നാണ് ലെറ്ററിലൂടെ ഇൻഡയറക്റ്റായിട്ട് ഈ മാതാവ് മകളോട് ആവശ്യപ്പെട്ടത്. ദെയർഫോർ എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ പേജ് തീർന്നിരിക്കുകയാണ്, പാരഗ്രാഫ് തീർന്നിരിക്കുകയാണ്. ദ ടൈം ഈസ് ഓവർ, സോ ഐ ഷാൽ കൺക്ലൂഡ് മൈ ക്ലാസ്. താങ്ക് യു വെരി മച്ച്.